എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ക്യാരലിൻ്റെ ടെമ്പറേച്ചർ കൺട്രോളറാണ്. അപ്പം ഇതിന് കുറച്ച് എക്സ്പെൻസീവ് കൺട്രോളാണ് ഇതിപ്പം ഇതിന് RS485 സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ് ഉള്ളൊരു മോഡ്യൂളാണ്, ഇത് കൺട്രോളറാണിത്. അപ്പം നമുക്ക് ഇത് ഓൾറെഡി ആ സിസ്റ്റത്തിൽ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഫീഡ്ബാക്ക് എല്ലാം കിട്ടുന്നത് കൊണ്ട് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമുക്കിതൊന്ന് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമുക്കിന്ന് പവർ കൊടുത്ത് നോക്കാം, എന്തോ കംപ്ലൈൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്തോ സംഭവം നോക്കാം. അത് നമുക്കിവിടെ ഒരു 230 വോൾട്ട് കൊടുക്കാം. ഈ 6-7 ആണ് ഇതിൻ്റെ 230 വോൾട്ട്. ഓക്കെ, വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. $235 വോൾട്ടേജ് വരുന്നുണ്ട്, വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, എന്താ നമുക്കിന്ന് അഴിച്ച് നോക്കാം എന്താ പ്രശ്നമെന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് അഴിക്കാം. കണ്ടിട്ട് ഈ ട്രാൻസ്ഫോർമർ ഒരു ബൾജായിരിക്കും, ഇതാണെന്ന് തോന്നുന്നു. ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്യാം, ഓൾറെഡി പവർ ഇതിലുണ്ട്. കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യാം, അവർക്ക് ചെയ്യുന്നവർ വോൾട്ടേജ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഷോക്ക് അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ഈ ലൈൻ നേരെ പോകുന്നത് ഈ ഒരു ട്രാൻസ്ഫോർമറിൻ്റെ ഇൻലോട്ടാണ്. സപ്ലൈ അവിടെ വരുന്നുണ്ട് 236. ഇതിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ഔട്ട് 12 വോൾട്ട് AC ആണ്. 12 വോൾട്ട് ഇവിടെ വരുന്നില്ല. ഇത് മില്ലി വോൾട്ടിലാണ് കാണിക്കുന്നത്. ഈ ട്രാൻസ്ഫോമർ പോയതാണ്, അതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത്. ഓക്കെ, നമുക്കപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഒന്ന് മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് ഈ ട്രാൻസ്ഫോമർ അഴിക്കണം. ട്രാൻസ്ഫോമർ അഴിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ സെയിം ട്രാൻസ്ഫോമർ ഇല്ല, ഇച്ചിരി ഡിഫറൻ്റ് ആയ വേറൊരു കൺട്രോളറിൻ്റെ ട്രാൻസ്ഫോമറാണ് എൻ്റെ ഉള്ളത്. ഇതും കംപ്ലൈൻ്റ് ആണ്, പക്ഷേ ഇതിൻ്റെ ട്രാൻസ്ഫോമർ നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് മാറ്റിയിടണം. ഈ പിന്നിനൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് അഴിക്കാം. ഇതാണ് ഇൻപുട്ട് വരുന്നത്, 230 വോൾട്ട് ഈ സൈഡാണ് വരുന്നത്. നമുക്കിതിൻ്റെ ജസ്റ്റ് ഒന്ന് താഴെ പ്രസ് ചെയ്യാം, അപ്പോൾ അഴിഞ്ഞു പോരും. പതുക്കെ ഊരിടുക, കെയർഫുള്ളായിട്ട് ചെയ്യണം, ബോളം ഒഴിഞ്ഞു പോരുത്. തെറിയ വേണം, പതുക്കെ എടുത്താൽ മതി. ഓക്കെ, എന്താ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിനകത്ത് ട്രാൻസ്ഫോമർ ബൾജായി കത്തിയിരുമുണ്ട്, ആണ് സംഭവിച്ചത്. ഓക്കെ, ഈ ട്രാൻസ്ഫോമർ മാറ്റിക്കഴിഞ്ഞാൽ ഇത് റെഡിയാവും. ഇതിൻ്റെ പ്രൈമറി എന്ന് പറഞ്ഞാൽ 230 വോൾട്ട് 50 ഹെർട്സും സെക്കൻഡറി 12 വോൾട്ടാണ്. 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ ആണ്, 1.5 V ആണ് വോൾട്ടേജ് ആംപിയർ. ഓക്കെ, നമുക്കിത് മാറ്റാൻ നോക്കാം. ഇതാണ് നമ്മുടെ ഉള്ളത്. ഇത് വെച്ച് ഇതിൽ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഈ മോഡൽ നമ്മുടെ ഇല്ല വേറെ, അതുകൊണ്ട് ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാം. ഇതുപോലെ അഴിച്ചെടുക്കാം. ഇതാണ് ഇതിൻ്റെ പ്രൈമറി, ഈ കാണുന്നത്. ഈ കൺട്രോളിനൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്, 300 റിയാലിനടുത്ത് വരുന്നുണ്ട്. നല്ല 4,500 രൂപ അടുത്ത് വരുന്നത്. അതുപോലെ പഴയതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാം എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇത് കെയർഫുള്ളായിട്ട് വേണം അഴിച്ചെടുക്കാനായിട്ട്, അല്ല എല്ലാം ഒഴിഞ്ഞ് കയ്യിരിക്കും കേട്ടോ. പതുക്കെ ഓരോ സൈഡ് ഇങ്ങനെ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ 12 വോൾട്ട് ഇവിടെ വരും. പ്രൈമറി 230 വോൾട്ട് ഈ സൈഡ്.
നമുക്കിത് മാച്ച് ആവുമല്ലോ നോക്കാം. മാച്ചിങ് അല്ല. പ്രൈമറി ഓക്കെയാണ്, പ്രൈമറി കിട്ടുന്നുണ്ട്. പക്ഷെ സെക്കൻഡറി വരുമ്പോഴത്തേന് മാറിയാണ് നിൽക്കുന്നത്. ജസ്റ്റ് ഒന്ന് വെച്ചുകൊണ്ട് ഒന്ന് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് വലിച്ചോളൂ. ഓക്കെ, അത് ഹോള് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒന്ന് വെച്ച് നോക്കാം. 230. ഇതാണ് 230 വരുന്നത്. പക്ഷേ ഇത് മൊത്തത്തിൽ പ്രശ്നമാണ്. ഇത് പ്രശ്നം ഗുരുതരമാണ്. ഈ IC യുടെ മേലോട്ടൊക്കെ കയറി പോകുന്നുണ്ട്. ഇതൊരു പഴയ കൺട്രോളറാണ്. അതിൻ്റെ ട്രാൻസ്ഫോമർ കഴിച്ച് നോക്കാം. ഇച്ചിരി ഗ്ലൂ ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഭയങ്കര ടൈറ്റ്. ഗ്ലൂ ഉണ്ട്. അപ്പം അങ്ങനെ ഇത് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടീഷൻ നമുക്കറിയില്ല ഇത് നല്ലതാണോന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഓംസിലിടുക. പ്രൈമറി 3.3 കിട്ടുന്നുണ്ട്, ഓക്കെയാണ് പ്രൈമറി. സെക്കൻഡറി 20 ohms ഓക്കെയാണ്. ഈ ഒരു ട്രാൻസ്ഫോമർ കറക്റ്റാണ് കേട്ടോ. സെക്കൻഡറി കറക്റ്റായിട്ട് മാച്ച് ആയിട്ടുണ്ട്. പ്രൈമറിയും ഒരു ലൈൻ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരെണ്ണം ഔട്ടായിപ്പോയി. അത് നമുക്ക് ലിങ്ക് കൊടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സോൾഡർ ചെയ്യാം. ജസ്റ്റ് നമുക്കൊന്ന് ഹോൾഡ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന്. ഓക്കെ, ഇത് ഓക്കെ. ഈ ഒരു ലൈനുണ്ട്, നമുക്കൊരു ഈ ഒരു ഡയോഡിൻ്റെ ഒരു ഇത് ലെഗ് വെച്ചിട്ട് നമുക്കിത് ലിങ്ക് ചെയ്ത് കൊടുക്കാം. ഇത് ആക്ച്വലി അധികം പുറത്തോട്ടൊന്നും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ല, കവറിടാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അത് മതിയാവും. നമുക്കത് കട്ട് ചെയ്യാം. ഓക്കെ, ഞാനത് ഒരു ലിങ്ക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിട്ടുണ്ട്. അത് കുറച്ചൊരു വ്യത്യാസമേ ഉള്ളൂ, ചെറിയൊരു വ്യത്യാസമേ ഉള്ളായിരുന്നു. പവർ കൊടുത്ത് നോക്കാം എന്താണ് അവസ്ഥയെന്ന്. ഡിസ്പ്ലേ കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ പവർ സപ്ലൈ കൺട്രോളർ ഓൺ ആയിട്ടുണ്ട്. E1 E8 അലാമൊക്കെ കാണിക്കുന്നുണ്ട്. അത് സെൻസറിൻ്റെ അലാമാണ്. ഓക്കെ,
സെൻസർ കണക്ട് ചെയ്താൽ അലാം പോവും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലുള്ള വീഡിയോകൾ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.